പാപമൊഴികെ സമസ്ത വിഷയങ്ങളും കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അവന് വിശന്നിട്ടുണ്ട്, അവന് ദാഹിച്ചിട്ടുണ്ട്, അവൻ പട്ടിണി കിടന്നിട്ടുണ്ട്. കർത്താവ് പരീക്ഷകളിലൂടെ, സാത്താന്യ പരീക്ഷകളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട്, വെല്ലുവിളികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. യേശു കേട്ടതിൻ്റെ 100% നിങ്ങൾ കേട്ടിട്ടില്ല. മുഖത്ത് നോക്കി നീ വ്യഭിചാരപുത്രനാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പൻ ആരാടാന്ന് ചോദിച്ചിട്ടുണ്ട്. കാർക്കിച്ച് മുഖത്ത് തുപ്പിയിട്ടുണ്ട്. വഴിയിലൂടെ വസ്ത്രരഹിതനായി യെരൂശലേമിന്റെ തെരുവീതികളിലൂടെ അവനെ നടത്തിയിട്ടുണ്ട്. ശാപത്തിന്റെ മരക്കുരിശവൻ ചുമന്നിട്ടുണ്ട്. തലയിൽ മുൾക്കിരീടം ചൂടിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വിളിക്കുന്ന നിന്നയുടെ കൂരമ്പുകൾ അവൻ ഏറ്റിട്ടുണ്ട്. നിനക്ക് യേശു കർത്താവ് സൗഖ്യത്തിന്റെ രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവന് ഭൂതമാണ്, ഇവൻ ഭൂതങ്ങളെ കൊണ്ടാണ് ഈ മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇവൻ ശമര്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള നിന്ദകൾ, കഷ്ടതകൾ യേശു അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടെ നടന്ന ചങ്കോട് അണച്ചു നിർത്തിയ ഞാൻ നിനക്ക് വേണ്ടി അങ്ങ് ചത്തുകളയുമെന്ന് പറഞ്ഞ പത്രോസ് പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. യേശു കടന്നുപോയ അനുഭവങ്ങളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്ദിക്കപ്പെടുമ്പം കർത്താവെ ഞാനിന്ന് ഭയങ്കരമായിട്ട് ഇൻസൾട്ടായി അപ്പാ എന്ന് പറയുമ്പോൾ അത് യേശുവിന് മനസ്സിലാവും. കർത്താവെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും കല്യാണത്തിന് വിളിച്ച് കർത്താവെ എന്നെ മാത്രം വിളിച്ചില്ല കർത്താവ്, അവർ മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ മാത്രം ഒഴിവാക്കി കർത്താവെ. ഇത് നിങ്ങൾ കർത്താവിനോട് എന്ന് പറയുമ്പോൾ ഈ ഒഴിവാക്കൽ സാധനം എന്നാന്ന് യേശുവിനറിയാം. യേശു അത് അനുഭവിച്ചിട്ടുണ്ട്. പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി കടന്നു പോയത് കൊണ്ട് നിങ്ങൾ അവന്റെ സന്നിധി ചെന്ന് എന്ന് അപ്പാ എന്ന് വിളിച്ച കണ്ണീന്ന് കണ്ണുനീരൊഴുകുമ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി മക്കളെ നിങ്ങൾ പോകുന്ന റൂട്ട്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുള്ളത് കൊണ്ട്, ആ ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളവനായതുകൊണ്ട്, കരുണ ലഭിക്കുവാൻ, തക്ക സമയത്ത് നിങ്ങളെ സഹായിക്കാൻ, കൃപ പ്രാപിക്കാൻ ധൈര്യത്തോടെ എല്ലാ കുറ്റബോധങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട്, എല്ലാ നെഗറ്റീവ് തോട്ട്സിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയ എല്ലാ വിൽ പവറുകളും എല്ലാ ബലവും തിരിച്ചു പിടിച്ചോണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് വാ, കർത്താവിന്റെ അരികിലേക്ക് വാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്നെ സഹായിപ്പാൻ ആ കരുണയുടെ കരം നീട്ടുകയാണ്.